ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ കുറേ ദിവസം, അതായത് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ നിങ്ങളൊക്കെ, വയ്യാഴികയും പനിയായിട്ടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വീട്ടിൽ സത്യം പറഞ്ഞാൽ തീറ്റയും കൂടിയൊന്നും ഇല്ലായിരുന്നു, വെപ്പും കൂടി ഇല്ലായിരുന്നു. അപ്പം ഇത്രയും ദിവസത്തിനൊക്കെ ശേഷം മീനൊക്കെ കറി വെച്ച് കൂട്ടാമെന്ന് വിചാരിച്ച് ഇന്നലെ വൈകുന്നേരത്തെ മീനും കപ്പയൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നേ. അപ്പോൾ ആ ഒരു കുക്കിങ്ങാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിൽ കപ്പ വെക്കുന്നുണ്ട്, മീൻകറി വെക്കുന്നുണ്ട്, ഒരു തോരൻ വെക്കുന്നുണ്ട്, മോരുകറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടു തുടങ്ങുമ്പോഴേ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കപ്പയൊക്കെ അരിഞ്ഞ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ കപ്പയൊക്കെ കുക്കറിൽ എല്ലാവരും വെക്കാറുണ്ട്, പക്ഷേ ഞാൻ ചക്ക മാത്രമേ കുക്കറിൽ വെക്കുള്ളൂ. കപ്പയാണെങ്കിൽ എനിക്കിങ്ങനെ ചരുവത്തിലോ കലത്തിലോ ഒക്കെ വെക്കാനാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. അപ്പോൾ കപ്പ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേകാൻ വേണ്ടി വെച്ചു. ആ സമയത്തേക്ക് ഞാൻ മീൻ കഴുകി നേരത്തെ വെച്ച് കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്തത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ട് സവാളയും കൂടി ഇട്ടൊരു തോരനാണ് വെക്കുന്നത്. പണ്ട് ഇഷ്ടമേ അല്ലാത്തൊരു സാധനമായിരുന്നു ഈ ബീട്രൂട്ട് ക്യാരറ്റ് തോരനൊന്നും കൂട്ടത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പം എല്ലാം ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിട്ട് ഉള്ള പരിപാടി ചെയ്യലൊന്നും ഞാനില്ല കേട്ടോ. ഒരു സാധനം അടുപ്പി വെച്ചിട്ട് അടുത്തത് അരിഞ്ഞെടുക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതാണ് ഒരു എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സാധനം വെന്ത് കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് എടുത്ത് വെക്കാം, അങ്ങനെയാണ് എനിക്ക് എളുപ്പം കേട്ടോ. പിന്നെ അതേ ചോപ്പറിനകത്ത് തന്നെ ഇട്ട് എല്ലാം ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേന് തോരനുള്ള സാധനങ്ങളെല്ലാം ആകും കേട്ടോ. ബീട്രൂട്ടിനെ ആദ്യമേ അരച്ചല്ല അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ക്യാരറ്റും പിന്നെ ഒരു സവാളയും പച്ചമുളകും എല്ലാം കൂടി, പച്ചമുളക് ഇട്ടില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് വെക്കും കേട്ടോ എരിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ അരിഞ്ഞ് ഇനി സവാളയും കൂടി ചോപ്പറിനകത്ത് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് തോരൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വേകുന്ന കപ്പയായിരുന്നു. നല്ല ഒരു തിളച്ചപ്പോഴത്തേക്കിന് കപ്പ അങ്ങ് വെന്തായിരുന്നേ. സാധാരണ നല്ല വേകുന്ന കപ്പ ഇവിടെ വിശ്വസിച്ച് വാങ്ങാൻ കിട്ടാറേ ഇല്ല, ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതേ തോരനാണ് അടുത്ത് വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും കേട്ടോ. സത്യം പറഞ്ഞാൽ വായിക്ക് രുചിയായിട്ട് ഇന്നാണ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ കേട്ടോ. പനിയായിരുന്നപ്പോഴത്തേക്കിന് ഒരാൾക്ക് വയ്യാഴിക ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ ആയിരിക്കും കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാം ഒക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കിന് കുറച്ച് മീൻകറി കൂട്ടിയിട്ട് 2 ആഴ്ചയോളം ആയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ വൈകിട്ടൊക്കെ വാങ്ങിച്ച് വെച്ചതേ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തോരന്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നടുക്കൊരു കുഴി കുത്തി അതിൽ തേങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറി ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനങ്ങനെ ചതയ്ക്കാറൊന്നുമില്ല തോരന്. ചിലരങ്ങനെ തേങ്ങ ചതയ്ക്കാറൊക്കെ ഉണ്ടല്ലോ, ഞാനങ്ങനെ വെക്കാറേ ഇല്ല. തോരന് ഒന്നെങ്കിൽ ഞെരിടിയിടും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇടും കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തത് നമ്മുടെ മീൻകറിക്കുള്ള അരപ്പാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള മീൻകറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും പറയുന്നതായിട്ട് ഞാൻ അരപ്പൊക്കെ അരച്ചെടുത്തു, അതിന് എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും പറയാം, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി പുളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തു. ചട്ടിക്കകത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കുറേ ദിവസത്തിനൊക്കെ ശേഷം മുരിങ്ങയ്ക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുരിങ്ങയ്ക്കയും കൂടി മീൻകറിക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് 2ആയിട്ട് കീറിയൊന്നും ഇടണ്ട, ഒരു കട്ട് കൊടുത്താൽ മതി മോൾ ഭാഗത്ത്. അല്ലെങ്കിൽ ചിലപ്പോൾ 2ആയിട്ട് പിളർന്നിടുമ്പോഴത്തേന് ഇതെല്ലാം കൂടി അങ്ങ് വെന്തങ്ങ് പോകും. അപ്പം മുരിങ്ങക്കോല അതുപോലെ കിടക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇട്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് പച്ചമുളകൊക്കെ കീറിയിട്ട് ഉപ്പും ഇട്ട്, അപ്പോൾ 2 അടുപ്പിലും ഓരോ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തൊരു അരപ്പ് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കപ്പയ്ക്കാണ് ചതച്ചെടുക്കുന്നത്. പച്ചമുളകും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും ജീരകവും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കപ്പ ഇങ്ങനെ നമ്മൾ വേകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറേ കഷ്ണങ്ങൾ പെറുക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറക്കി തിന്നാറുണ്ട് കേട്ടോ. പണ്ടും തിന്നും ഇപ്പോഴും തിന്നുവാണേ. കേശപ്പന് ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തിന്നത്തൊന്നുമില്ല. അങ്ങനെ കപ്പയെ ഊറ്റിയിട്ട് നേരെ കൊണ്ടുവെക്കും. വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പിടുന്ന സമയത്ത് ചെറിയ തീയിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് നടുക്ക് നേരത്തെ തോരന് ചെയ്തതുപോലെ തന്നെ ഈ കപ്പയ്ക്കകത്ത് ഒരു കുഴി കുത്തി അതിനകത്തോട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പെല്ലാം ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ ഒന്ന് കുറച്ച് സമയം മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം ഉപ്പ് നേരത്തെ ഞാൻ ആദ്യമേ ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഇപ്പോഴാണ് ഉപ്പും കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറട്ടെ. അപ്പോഴത്തേന് ആ സമയത്ത് നമ്മുടെ തോരനും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തേങ്ങ ഇട്ടിട്ട് ഇളക്കിയിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ
ഇളക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെക്കും കേട്ടോ. അങ്ങനെ തന്നെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കും. അപ്പോഴത്തേക്കിന് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ മീൻ കറിയുടെ ചട്ടിയും കൂടെ അടുപ്പി വെച്ച് കേട്ടോ. അപ്പോൾ ഇപ്പം മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടില്ല, അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ മോര് കറിയാണ് വെക്കാൻ പോകുന്നത്. മോര് കറി വെക്കുന്നത് ഞാൻ എപ്പോഴും പുളിയുള്ള തൈരേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് പുളിയുള്ള തൈരാണ് ഇഷ്ടം. അപ്പം ഇച്ചിരി പുളി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയുണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ അരച്ചാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. സാധാരണ തേങ്ങ അരയ്ക്കാറില്ല. അപ്പോൾ തൈരിനെ അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ട് അതിൽ തന്നെ കുറച്ച് അരപ്പ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻകറിക്കായാലും മോര് കറിക്കൊക്കെ ആയാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിട്ടൊരു കളി എനിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആ അരപ്പിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്ന മോര് കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാറില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഈ തേങ്ങ അരയ്ക്കാതെ വെക്കുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു മൺകലത്തിലാണ് മോര് കറി വെക്കാൻ പോകുന്നത്. അങ്ങനെ അതേ നമ്മുടെ കപ്പയായി നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ നല്ല കുഴഞ്ഞ് നല്ല വെന്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഈ തവിക്കകത്തൊക്കെ എടുത്ത് ഞാൻ തിന്നേ, അതിൻ്റെ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ദേ മീനിൻ്റെ അരപ്പൊക്കെ തിളച്ചു. ആ സമയത്ത് ഞാൻ കഷ്ണങ്ങളൊക്കെ പിറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കൊരിയാള മീനെന്ന് എന്തോ ആണ് പറയുന്നത്. ഒത്തിരി വലുതും അല്ല ഒരുപാട് ചെറുതും അല്ല. പക്ഷേ ഞാൻ തീരെ ചെറുതായിട്ടുള്ളതിനെ ഒന്നും കട്ട് ചെയ്യാതെ ഇട്ടിട്ട് കുറച്ച് വലുപ്പമുള്ളതിനെ മാത്രം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അതേ മോര് കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ, കടുക്, ജീരകം ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് 2 വറ്റൽമുളക് ഇട്ട് കേട്ടോ. ഉണ്ട മുളകിൻ്റെ വറ്റൽമുളക് ഇത് കേട്ടോ. അങ്ങനെ ആ അരപ്പ് ആണ് ആദ്യം ഇട്ട് കൊടുത്തത്. തേങ്ങ അരച്ച അരപ്പ് ഇട്ട് കൊടുത്തു. അതിനെ നല്ലപോലെ ഒന്ന് ചൂടാക്കി, തിളയ്ക്കണ്ട, ചൂടായി വന്നപ്പോഴത്തേന് നമ്മുടെ തൈരും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു ആദ്യമേ കേട്ടോ. പിന്നെ ഇടയ്ക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതേ നല്ലതായിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചതേ കുക്കറി ചോറും വെക്കുന്നുണ്ട് കേട്ടോ. അവസാനമാണ് എല്ലാം ചോറ് വെക്കുന്നത് കുക്കറി വെക്കുമ്പോഴേ. ഇനി അഥവാ റൈസ് കുക്കറി എടുത്ത് വെക്കണമെങ്കിൽ ആദ്യമേ അതങ്ങനെ വെക്കും. അങ്ങനെ മീൻകറിയൊക്കെ തിളച്ചതിന് ശേഷം മീൻകറിക്ക് കടുവൊക്കെ വറുത്തു. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, തോരൻ, മീൻകറി, മോര് കറി, അങ്ങനെ എല്ലാം റെഡിയായി. അങ്ങനെ ഇന്ന് വായ്ക്ക് രുചിയായിട്ട് കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.